റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 15-കാരൻ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂൾ NOC ഹാജരാക്കിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ NOC ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത് കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന കോഴ്സായിരുന്നാലും മറ്റ് ആര് നടത്തുന്ന കോഴ്സായിരുന്നാലും നിയമാനുസരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു NOC വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ആദ്യം അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ ചോദിച്ചത് NOC-യാണ്. അവർക്ക് NOC ഇതുവരെയ്ക്കും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. അതിൻ്റെ NOC ഹാജരാക്കുന്നതിനൊരു സമയം കൊടുക്കാം. അത് ഹാജരാക്കില്ലെന്ന് നോക്കട്ടെ. NOC ഇല്ലെങ്കിൽ പിന്നെ നിയമപരമായുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഉമേഷ് ബാലകൃഷ്ണ വാർത്തകൾ വെച്ചിരുന്നു. ഉമേഷ്, ആ സ്കൂളിന് അനിവാര്യമായി വേണ്ട ബേസിക് പേപ്പറായ NOC ഇല്ല എന്ന് തന്നെയാണോ മന്ത്രിയുടെ മനസ്സിലാക്കൽ? മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പടക്കം പുറത്തിറക്കി. ആ സ്കൂൾ പിന്നെയും ആ കുട്ടി അപമാനിക്കുന്നതൊക്കെ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഉമേഷ്, അക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ഈ പരിശോധിച്ചത് സാധാരണ പബ്ലിക് സ്കൂളാണെങ്കിലും മറ്റ് കേന്ദ്ര സർക്കാർ, അതായത് കേന്ദ്രീയ വിദ്യാലയമാണെങ്കിൽ പോലും കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ NOC വാങ്ങണം. NOC വാങ്ങിയ ശേഷം മാത്രമേ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കാനാകൂ. അത്തരമൊരു NOC ഈ സ്കൂളിന്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് ഇല്ല എന്നാണ് പ്രാഥമികമായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ല. മന്ത്രി പറഞ്ഞത് പോലെ ആദ്യം NOC നിലവിൽ ഇതുവരെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടി എടുക്കണമെങ്കിൽ NOC ഹാജരാക്കാൻ ഒരു നിശ്ചിത സമയം കൊടുക്കും. സാധാരണ 2 ആഴ്ചയാണ് സമയം നൽകാറുള്ളത്. 2 ആഴ്ചയ്ക്കകം ഈ NOC ഹാജരാക്കിയില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലായിരിക്കും രജിസ്ട്രേഷൻ അടക്കം നടത്തുക. ആ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കും. എന്തായാലും കർശന നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഹഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ സ്കൂളിന് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടാണ് ഒരു NOC പേപ്പറാണ് NOC. അത് ഇതുവരെ ഹാജരാക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി സമയം കൊടുക്കും. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ ഒരു പേപ്പർ അതിനില്ല എന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.